ഹലോ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടൊന്നും അല്ല കേട്ടോ. എൻ്റെ വീട്ടിൽ ഞാൻ നട്ടു വളർത്തിയിട്ടുള്ള ചെടികളുടെ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ കുറേ ചെടികളുണ്ട്. ഇതെല്ലാം എന്തൊക്കെയാണ് ഇതിൻ്റെ പേര് അങ്ങനെയൊന്നും എനിക്ക് പറയാൻ അറിയത്തില്ല. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ഇത് ഷൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് അപ്ലോഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യം കാണിക്കുന്നത് ഹാങ്ങിങ് ആണ് കേട്ടോ. പിന്നെ പറയുകയാണെങ്കിൽ ഹാങ്ങിങ് ചെയ്തിട്ടില്ല, അതായത് തൂക്കിയിട്ടുള്ള കയറുണ്ടല്ലോ അതിൻ്റെ, അതൊക്കെ ഞാൻ ഏകദേശമൊക്കെ ഞാൻ തന്നെ മുടഞ്ഞുണ്ടാക്കിയിട്ടുള്ളതാണ്, കെട്ടി ഉണ്ടാക്കിയിട്ടുള്ളത് തന്നെയാണ്. പിന്നെ ചെടിച്ചട്ടിയിൽ മാത്രമല്ല ചെടി വെച്ചിട്ടുള്ളത്, പാത്രങ്ങളിലും അതുപോലെ ബോട്ടിലും ഒക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ എന്താ പറയുക, ചട്ടി മേടിച്ചിട്ടുണ്ട്. ചട്ടി തികയാതെ വന്നപ്പോൾ കുറേ നമ്മുടെ ഗ്രോ ബാഗ് ഉണ്ടല്ലോ, അത് മേടിച്ചിട്ട് അതിലും കുറേ ചെടി നട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാം കണ്ടു നോക്കിട്ടോ. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. പിന്നെ ഞാൻ ഈ ചെടിക്കെല്ലാം വളമായിട്ട് ഉപയോഗിക്കുന്നത് ചാണകം പൊടിച്ചത് നല്ലോണം വെള്ളത്തിൽ കലക്കിയിട്ട് 2-3 ദിവസം വെച്ചിട്ടാണ് ഇതിനൊഴിച്ച് കൊടുക്കാറ്. ഇത് തന്നെയാണ് ഇതിൻ്റെ വളം എന്ന് പറയുന്നത്. അല്ലാതെ വേറെ ഇംഗ്ലീഷ് വളം മറ്റും അങ്ങനെയൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. പിന്നെ മുട്ടത്തോടും അതുപോലെ വെളുത്തുള്ളിയുടെ, സവോളയും അതുപോലെ ചെറിയ ഉള്ളിയുടെ ഒക്കെ ആ തൊലി ഉണ്ടല്ലോ, അത് ഞാൻ ഉണക്കിയിട്ട് പൊടിച്ച് ഇട്ട് കൊടുക്കാറുണ്ട്. അത് റോസയ്ക്ക് അതുപോലെ പൂവിടുന്ന ചെടിക്കാണ് മെയിനായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതായത് ഈ മുട്ടത്തോടൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ഈ ചെടിക്ക് അധികം വെയിൽ പാടില്ല, അതിന് തണുപ്പത്ത് വെക്കണം നമ്മൾ. പിന്നെ വെള്ളവും നല്ലോണം വേണം. അങ്ങനെയുള്ളൊരു ചെടിയാണ് ഇത്. ഇപ്പോൾ ഈ ഒരു കൊറോണ വന്നതോടെ കുറേ വീട്ടിൽ ഒരുപാട് ചെടികൾ ഉണ്ടാക്കാറുണ്ടല്ലേ, നട്ട് വളർത്താറുണ്ട്. പക്ഷേ ഞാനെന്ന വ്യക്തി ഇപ്പോൾ ഈ കൊറോണ വന്നതുകൊണ്ടോ ലോക്ക്ഡൗൺ ആയതുകൊണ്ടൊന്നുമല്ല ഇങ്ങനെ ചെടി വെച്ച് പിടിപ്പിക്കാൻ തുടങ്ങിയത്. ഞാൻ കുഞ്ഞിലേ എനിക്ക് ചെടി പിടിപ്പിക്കുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു. കുഞ്ഞിലെ മദ്രസയിലൊക്കെ പോകുന്ന സമയത്ത് ഞങ്ങൾ നടന്നാണ് മദ്രസയിലൊക്കെ പോണേ. അപ്പോൾ വീട്ടിൽ നിന്ന് നമ്മുടെ നജാത്തിക്ക് പുന്നക്കാട് മദ്രസയ്ക്ക് പോകുന്ന സമയത്ത് ആ മദ്രസ വിട്ട് വരുന്ന വഴി ആ വഴിവക്കിലുള്ള വീട്ടിലൊക്കെ എന്തെങ്കിലും ചെടി കണ്ടിട്ടുണ്ടെങ്കിൽ അവരടുന്നൊക്കെ ചേച്ചി അതിൻ്റെ ഒരു കമ്പ് തരുമോ, ഇതിൻ്റെ വിത്ത് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് മേടിച്ച് കൊണ്ടുവന്ന് നട്ട് പിടിപ്പിക്കാറുണ്ടായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അന്നാണെങ്കിലും ഇന്നാണെങ്കിലും ഈ ചെടി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗം നമുക്ക് പറയില്ലേ, അതുപോലെയാണ്. എന്നും ചെടിയോട് ഒരുപാട് ഇഷ്ടമാണ്. അവരോട് സംസാരിക്കും. അത് ഓരോ മുട്ടിടുമ്പോഴും അത് പൂവായിട്ട് വരുമ്പോഴും അതിൻ്റെ എല്ലാ വളർച്ചയും കണ്ട് ആസ്വദിക്കാനും. നമ്മളോട് അവർ സംസാരിക്കുന്നുണ്ട് തോന്നും. ഒരു ദിവസം വെള്ളം ഒഴിക്കാണ്ടിരുന്നാൽ നമുക്ക് പിറ്റേന്ന് തോന്നും, അയ്യോ ഇവരെന്നോട് പിണങ്ങിയോ, വെള്ളം കൊടുക്കാഞ്ഞിട്ട് എന്നൊക്കെ വിചാരിക്കും. നമുക്കങ്ങനെ തോന്നും, നമ്മോട് സംസാരിക്കുന്നുണ്ടെന്ന്. അത്രയ്ക്ക് നമുക്കൊരു സന്തോഷം തരുന്ന, അല്ലെങ്കിൽ നമ്മൾ വീട്ടിലൊരംഗത്തെ പോലെ തന്നെയാണ് നമ്മുടെ മുറ്റത്തുള്ള ഈ ചെടികളും. അവർക്കും ജീവനുണ്ട്, പക്ഷേ അവർക്ക് സംസാരിക്കാൻ അറിയത്തില്ല നമ്മൾ മനുഷ്യന്മാരെ പോലെയൊന്നുള്ളൂ. എന്തായാലും ഇതിൽ കുറേ നാടൻ ചെടികളുണ്ട്, കുറേ ഇപ്പോഴത്തെ ഒരു ചേമ്പ് വിഭാഗത്തിൽ പെട്ടിട്ടുണ്ട്. അതായത് കുറേ എന്താ പറയുക, അഗ്ലോണിമ, അങ്ങനെ കുറേ ഐറ്റംസ്, കുറേ പേരൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് പുതിയ മോഡലായിട്ട്. പക്ഷേ ഞാനൊക്കെ അതിനൊരു ചേമ്പിൻ്റെ കുടുംബത്തിൽപ്പെട്ടത് അങ്ങനെ പറയാറ് കേട്ടോ. ഇതൊക്കെ ഈ കളക്ഷൻ കിട്ടിയത് എവിടുന്നാന്ന് വെച്ചാൽ കുറേ കരുവാരുണ്ടെന്ന് വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഇക്കാൻ്റെ അമ്മായിയുടെ വീടുണ്ട്. അമ്മായിക്ക് ഇതുപോലെ ചെടിയോട് ഭയങ്കര ഒരു പ്രേമമാണ്. എൻ്റെ അടുത്ത് ഒന്നുമല്ല അമ്മായിയുടെ കളക്ഷൻ കണ്ടാൽ, അത്രയ്ക്കുണ്ട്. അപ്പോൾ അമ്മായിയുടെ അടുത്തു നിന്നാണ് ഞാൻ അത് കൊണ്ടുവരാറ്. അമ്മായി അവിടെ ഈ നഴ്സറിയിൽ നിന്ന് മേടിക്കാറാണ് പതിവ്. അവിടെ നിന്ന് ഞാൻ കൊണ്ടുവരുന്നതാണ് ഏറെക്കുറെ. അവിടെ നിന്ന് കൊണ്ടുവന്ന് പിന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് പിന്നെ നമ്മളെ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോകുമ്പോഴും ഇവിടെ ഉമ്മച്ചിൻ്റെ വീട്ടിൽ കോടാലി പോകുമ്പോഴും അവിടെ അയൽവാസിയിൽ അങ്ങനെ എല്ലായിടത്തു നിന്നും കൊണ്ടുവച്ച് പിടിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇവർക്കുള്ള പ്രത്യേക പരിപാലനം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊരു പരിപാലനമൊന്നുമില്ല. ഒരു നേരം മാത്രമേ വെള്ളം ഒഴിച്ച് കൊടുക്കാറുള്ളൂ.
ഇനി ഒരു ചെമ്പരത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ നേരിട്ട് മണ്ണിലാണ് ഇത് നടുന്നതെങ്കിൽ ഇതൊരുപാട് കാടായിട്ട് വരും. പക്ഷെ ചട്ടിയിലോ ഗ്രോ ബാഗിലോ ഒക്കെയാണ് ഇത് നമ്മൾ നടുന്നതെങ്കിൽ അധികം പൊക്കം വെക്കില്ല കേട്ടോ. അതൊക്കെ ഞാൻ പരീക്ഷിച്ചിട്ടുള്ളതാണ്. പിന്നെ ഈ ആന്തൂറിയം എൻ്റെ അടുത്ത് 2 കളറേ ഉള്ളൂ. ലൈറ്റ് റോസും പിന്നെ ഒരു റെഡ് കളറുമാണ് ഉള്ളത്. ഇവർക്ക് നല്ലവണ്ണം തണുപ്പ് വേണം കേട്ടോ, വെയിലത്ത് വെക്കാൻ പാടുള്ള ഇവരെ. പിന്നെ ഈ ഒരു ചെടി എന്ന് പറഞ്ഞാൽ മണി പ്ലാന്റ് ഉണ്ടല്ലോ, അതിൻ്റെ വേറൊരു വെർഷനാണ്. ഇതിങ്ങനെ വള്ളിയായിട്ട് മരത്തേലൊക്കെ കയറി പിടിച്ച് അങ്ങ് പൊക്കോളും. ഈ ചെടിക്കൊക്കെ വേറെ വല്ല പേരൊക്കെ ഉണ്ടാവും, അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഈ ഒരു ചെടിയെ ഞാൻ വിളിക്കുന്ന പേര് ഉള്ളിച്ചെടി എന്നാ കേട്ടോ. ആദ്യമേ ഇതാണ് പൂവുണ്ടാവുക, നല്ല ഭംഗിയുള്ള പിങ്ക് കളറിലെ പൂവാണ് ഉണ്ടാവുക. പിന്നെ എൻ്റെ അടുത്ത് കുറേ കളക്ഷൻസ് ഉള്ളത് നമ്മുടെ ഈ കണ്ണാടി ചെടികളുണ്ടല്ലോ, പല പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഈ കണ്ണാടി ചെടി അതുപോലെ മാസം മാറി എന്നൊക്കെ പറയില്ല, അതായത് ഓരോ മാസങ്ങൾ വരുമ്പോൾ അതിൻ്റെ ഇലകൾക്കൊക്കെ ചേഞ്ചിങ് വരും. അതുകൊണ്ടാണ് ഇതിന് മാസം മാറി എന്ന് പറയണേ. ഇത് പണ്ട് മുതലേ ഇതിന് അങ്ങനെ മാസം മാറി എന്നുള്ള പേരിൽ ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഒരുപാട് ന്യൂ വേർഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു 10-16 വേർഷൻ ഉണ്ട്, അതായിട്ട് ഞാൻ കാണിക്കുന്നത്. പിന്നെ ചില ആളുകൾക്കൊക്കെ വെറും ഫ്ലവർ ഉണ്ടാവണം മാത്രമാണ് ഇഷ്ടം ഉണ്ടാവുക. പക്ഷേ ഈ ഫ്ലവർ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ കൂടുതലും സീസൺ ചെടിയാണ് ഉണ്ടാവുന്നത്. അതായത് സീസണായിട്ടുള്ള, അതായത് ഇപ്പോൾ നമ്മുടെ സീനിക, മല്ലിക അതുപോലുള്ള ഐറ്റംസൊക്കെ ഒരു സീസണിൽ മാത്രമാണ് ഉണ്ടാവുക. അല്ലാതെ നമ്മൾ എന്താ പറയുക, ഒരുപാട് കാലം അങ്ങനെ പൂവിട്ട് നിൽക്കില്ല. അപ്പോൾ ഇത് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ ഈ ഒരു എന്താ പറയുക, ഈ മാസന്മാരികളൊക്കെ ഉണ്ടല്ലോ, അതും തന്നെ മഴക്കാലമാകുമ്പോൾ പോയിക്കൊണ്ടിരിക്കും. ഇത്ര ഭംഗി കിട്ടില്ല. മഴ പെയ്ത ചെടികൾക്കൊന്നും വലിയ ഭംഗി ഉണ്ടാവില്ല. ഇത് ഒരു ചെടി കണ്ടോ,
ഇതിൽ 3 വിധത്തിലുണ്ടായിട്ടുണ്ട്, അതായത് 3 കളറുണ്ട്. അതിൽ 3 കളറും ഫ്ലവർ വിരിഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നേരം ഞാൻ ഷൂട്ട് ചെയ്തില്ല, അതാണ് ഉണ്ടായത്. പിന്നെയുള്ളത് കുറച്ച് നാടൻ റോസകളാണ്. നമ്മൾ കടയിൽ നിന്ന് മേടിച്ച റോസകളിലേറെ കൂടുതൽ പൂ തരുന്നത് നമ്മളെ നാടൻ റോസ് തന്നെയാണ് കേട്ടോ. അവർക്ക് കൂടുതലായിട്ട് വളമൊന്നും വേണ്ട, കുറച്ച് മുട്ടത്തോടും അതുപോലെ ഉള്ളിയുടെ ഇതൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ഇത് പിന്നെ നമ്മുടെ 10 മണി മുല്ലയാണ്. പൂവ് ഉണ്ടാവുന്ന മറ്റൊരു അടിപൊളി ചെടിയാണ് കേട്ടോ ഈ കാണിക്കുന്നത്. ഇതിൻ്റെ 3 വെർഷൻ എൻ്റെ അടുത്തുണ്ട്. വയലറ്റ്, അതുപോലെ വൈറ്റ്,
പിന്നെ റോസ്. ഇവര് ഉച്ചയാകുമ്പോഴേക്ക് ഇതിൻ്റെ പൂവ് പൊഴിയും. അത്രേ ഉള്ളൂ ഈ ഒരു ഫ്ലവറിന് ആയുസ്.